എല്ലാ ഗുരുവായൂരപ്പ ഭക്തർക്കും അമ്പലമണിയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കാൻ ഗുരുവായൂരിൽ നടത്തേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത്. അത് അഹസ് വഴിപാടാണ്. ഗുരുവായൂരിൽ ഉദയാസ്തമന പൂജ നടത്താൻ സാധിക്കാത്തവർക്ക് അതിനു പകരമായി നടത്താൻ പറ്റുന്ന വഴിപാടാണ് അഹസ് വഴിപാട്. ഗുരുവായൂരിൽ ഉദയാസ്തമന പൂജ നടത്താൻ 1,00,000 രൂപയിൽ കൂടുതൽ ചിലവാകും. മാത്രവുമല്ല, ഒരുപാട് വർഷത്തേക്ക് ഉദയാസ്തമന പൂജ ബുക്കിംഗ് ആണ്. അപ്പോൾ സാധാരണക്കാർക്ക് വലിയ തുക മുടക്കി ഉദയാസ്തമന പൂജ നടത്താൻ സാധിക്കില്ലല്ലോ. അതിനു പകരമായിട്ട് നമുക്ക് അഹസ് വഴിപാട് നടത്താം. ഗുരുവായൂരപ്പന്റെ ഒരു ദിവസത്തെ എല്ലാ നിവേദ്യങ്ങളും പ്രസാദങ്ങളും ഭക്തൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നതാണ് അഹസ് വഴിപാട്. അഹസ് വഴിപാട് നടത്താൻ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. കുറഞ്ഞത് ഒരു 3 ദിവസം മുൻപെങ്കിലും ബുക്ക് ചെയ്യണം. മാത്രവുമല്ല, അഹസ് വഴിപാട് നടത്തുന്ന ദിവസം ആ വഴിപാട് നടത്തുന്ന ആൾ അവിടെ ഉണ്ടായിരിക്കണം. കാരണം അഹസ് വഴിപാടിന്റെ പ്രസാദങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ ഗുരുവായൂരിൽ തന്നെ ഉണ്ടെങ്കിലല്ലേ നമുക്കത് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. അഹസ് വഴിപാട് നടത്തുന്ന ഭക്തന് രാവിലത്തെ മലർനിവേദ്യം മുതൽ രാത്രി അത്താഴപൂജ വരെയുള്ള എല്ലാ പൂജകളുടെയും പ്രസാദം ലഭിക്കുന്നു. ഗുരുവായൂർ അമ്പലത്തിലെ ഒരു ദിവസത്തെ എല്ലാ പൂജകളുടെയും പ്രസാദം ഏറ്റുവാങ്ങാനുള്ള മഹാസൗഭാഗ്യം ലഭിക്കുന്നത് തന്നെ വലിയ പുണ്യമല്ലേ. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ അഹസ് വഴിപാട് നടത്തുന്നതെങ്കിൽ തീർച്ചയായും ആ കാര്യം സാധിച്ചിരിക്കും എന്നാണ് അഹസ് വഴിപാട് നടത്തി വിജയം നേടിയിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും പറയുന്നത്. ജോലി സംബന്ധമായ തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് ധാരാളം ആളുകൾ ഗുരുവായൂരപ്പന് അഹസ് വഴിപാട് നടത്താറുണ്ട്. ആ ദിവസത്തെ എല്ലാ പൂജകളുടെയും പ്രസാദം അഹസ് വഴിപാട് നടത്തുന്ന ആൾക്ക് ലഭിക്കും. പാൽപായസം, നെയ്പായസം, വെള്ള നിവേദ്യം, അപ്പം, അട, അവൽ, വെണ്ണ, ആടിയ എണ്ണ, തിരുമുടിമാല, ത്രിമധുരം, കളഭം തുടങ്ങിയ വഴിപാടുകളുടെ എല്ലാ പ്രസാദങ്ങളും അഹസ് വഴിപാട് നടത്തിയ ആൾക്ക് ലഭിക്കും. പാൽപായസവും നെയ്പായസവും ഒക്കെ രാവിലത്തെ പൂജ കഴിയുമ്പോൾ ലഭിക്കും. അപ്പവും അടയും രാത്രിയിലെ അത്താഴപൂജയ്ക്ക് ശേഷമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അഹസ് വഴിപാട് നടത്തുന്ന ഭക്തൻ രാവിലെ മുതൽ രാത്രി വരെ അവിടെ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. അഹസ് വഴിപാട് ദേവസ്വത്തിന്റെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം. അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി നേരിട്ടും ബുക്ക് ചെയ്യാം. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.